ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡേ എനിക്ക് കുറച്ചധികം ഡ്യൂട്ടീസ് ഉണ്ട്. എല്ലാ ഡേയും ഒന്നും ഇങ്ങനെ അല്ല കേട്ടോ. ചില ഡേയ്സ് എനിക്കൊന്നും കാണത്തില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ടാവും. ചില ഡേയ്സ് കുറച്ച് ജോലി ഉണ്ടാവും. എന്തായാലും ഇന്ന് എനിക്ക് കുറച്ചധികം ജോലിയുണ്ട്. എല്ലാം ഞാൻ ചെയ്ത് തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഉറക്കെ എഴിച്ചിട്ട് വാവയൊന്ന് ഫ്രഷാക്കി പല്ലൊക്കെ തേച്ചിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. യൂഷ്വലി എല്ലാ ഡേയ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മാമി ആയിരിക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് വന്ന് എടുത്ത് കഴിക്കുന്നതായിരിക്കും പണി. അല്ല, ചില ഡേയ്സ് കറി ഉണ്ടാകും, ഇതുപോലെ ദോശയായാലും അപ്പം ആയാലും ചൂടോടെ ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ്. അപ്പോൾ എന്തായാലും ഇന്ന് ഫുഡുണ്ട്, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ചപ്പാത്തി ചൂടാൻ പോവാണ് കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ ഞാൻ എക്സ്പേർട്ടാണ് ഇപ്പോൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാവർക്കും ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഇന്ത്യയുടെ ഭൂപടമായിട്ട് നല്ല സാമ്യമുണ്ടെന്നാണ് എൻ്റെ ഉമ്മ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ എൻ്റെ ചപ്പാത്തി റൗണ്ട് അല്ലെങ്കിലും ഒരു ഓവലിൻ്റെ അടുത്തൊക്കെ എത്താറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കാപ്പിയോടാണ് താല്പര്യം. പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് കാപ്പി ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക ഉച്ചയ്ക്കും. അതുകൊണ്ടാണ് കേട്ടോ ഉച്ചയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ചൂടോടെ ഉണ്ടാക്കി കാസറോളിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി കഴിഞ്ഞു, ഇനി അടുത്ത പണിയിലേക്ക് കിടക്കാം. തുണി കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. ഇത് കാക്ക ജോലിക്കിടുന്ന ഡ്രസ്സാണേ. നമ്മൾ അല്ലാണ്ട് വീട്ടിലെല്ലാവരുടെ ഡ്രസ്സും നമ്മൾ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കഴുകാറുള്ളത്. വീട്ടിലിടുന്ന ആയിക്കോട്ടെ പുറത്ത് യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ എല്ലാം നമ്മൾ വാഷിംഗ് മെഷീനിലാണ് കഴുകാറുള്ളത്. പക്ഷെ കാക്ക ജോലിക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് നമ്മൾ തുണിക്കല്ലിട്ട് കഴുകും. അതുപോലെ തന്നെ ബേബിയുടെ ഡ്രസ്സ് നമ്മൾ തുണിക്കല്ലാണ് കേട്ടോ കഴുകാറുള്ളത്. ബേബി ജനിച്ചപ്പോൾ മുതലേ അങ്ങനെയാണ്. നമ്മുടെ വലിയവരുടെ ഡ്രസ്സിൻ്റെ കൂടെയിട്ട് ബേബി ഡ്രസ്സ് അങ്ങനെ അലക്കാറില്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അലക്കാറുള്ളത്. അപ്പോൾ തുണിയെല്ലാം കഴുകി കഴിഞ്ഞു, എല്ലാം വിരിച്ചു. ഇനി നമുക്ക് ഉച്ചത്തെ ആഹാരം കഴിക്കാം. ഇന്ന് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് കഴിക്കാൻ. ചോറും മീൻകറിയും മീൻ പൊതിച്ചതും വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടിയും അച്ചാറും ഒക്കെ ആയിട്ടാണ് കഴിച്ചേ. ഇനിയാണ് റിയൽ പണി. ഈ റൂം കിടക്കുന്ന കണ്ടില്ലേ, ഇനി ഇതെല്ലാം ഒതുക്കി സെറ്റ് ആക്കണം. അപ്പം ഞാൻ ആദ്യം ബെഡിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബെഡിൽ ആദ്യം ബെഡ്ഷീറ്റൊക്കെ നല്ലോണം തട്ടിക്കുടഞ്ഞ് തലയണയൊക്കെ ഒന്ന് വെച്ച് ബെഡൊന്ന് സെറ്റായി കഴിയുമ്പോൾ തന്നെ റൂം പകുതി അങ്ങ് ശരിയാവുന്ന പോലെ തോന്നും. പിന്നെ ഞാൻ എന്ത് ജോലി ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ എന്തെങ്കിലും പാട്ട് പ്ലേ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ടയേർഡ് ആവത്തില്ല. അതുമല്ല, പെട്ടെന്ന് ജോലി കഴിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഈ ടേബിളും കൂടെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ റൂം ഒന്ന് ഓൾമോസ്റ്റ് സെറ്റായി എന്ന് തന്നെ പറയാം. ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ, ഞാൻ 2-3 ദിവസം വീട്ടിലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. വന്ന പാടെ ബാഗൊന്നും അങ്ങനെ അൺപാക്ക് ചെയ്യാനുള്ള മൂഡൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അത് തന്നെ അങ്ങ് ചെയ്ത് കളയാം. ഈ ഒരു ബാഗ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ഷോപ്പിൽ ഞാൻ പ്രഗ്നൻസി ടൈമിലും അല്ലാണ്ടുമൊക്കെ ഈ ഡയപ്പർ ബാഗ് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തോ നല്ലതൊന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഹോപ്പ് ഇല്ലാണ്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് മീഷോന്ന്. ഇത് ഒരു ബിലോ 1000 റുപ്പീസ്. പക്ഷെ വേർത്തിറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ബേബിയുടെ എല്ലാ സാധനങ്ങളും അതിൽ നിൽക്കും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ബാഗ്. ബുക്കൊക്കെ ഇരിക്കുന്നത് നോക്കണ്ട, ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീട്ടിൽ പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ബുക്ക്, അല്ലെങ്കിൽ ഈ ബുക്കൊന്നും ഞാൻ അങ്ങനെ എടുക്കുന്ന കൂട്ടത്തിലല്ല. അങ്ങനെ ബാഗെല്ലാം അൺപാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണം. ബുക്കിൻ്റെയൊക്കെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അത് അലമാരയുടെ മേലെ കൊണ്ടങ്ങ് വെക്കുകയാണ്. ഈ ഒരു ബാഗ് എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ സിംഗപ്പൂരിൽ വിസിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടോട്ട് ബാഗ് ഫാനായിരുന്നു. ഇപ്പോൾ ആണോ എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാറില്ല, പക്ഷെ ആണ്. എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് അതാത് ബോക്സുകളിൽ എടുത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഒരാശ്വാസമാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് പോകണ്ടല്ലോ. അപ്പോൾ ഞാൻ എടുത്ത് വെക്കുമ്പോൾ എല്ലാം നീറ്റായിട്ട് തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്.
ബേബിയുടെ ഡൈപ്പർ ബാഗിൽ ഞാൻ കുറച്ച് ഐറ്റംസ് എപ്പോഴും കീപ്പ് ചെയ്യും. ഒരു പൗഡർ, പിന്നെ ഒരു പൗച്ചിനുള്ളിൽ വൈറ്റമിൻ ഡ്രോപ്സ് പോലുള്ള കുറച്ച് മെഡിസിൻസ്, പിന്നെ ഒരു പെയർ ഓഫ് സോക്സ്, ഒരു ക്യാപ്പ്, കുറച്ച് ഡൈപ്പർ, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും അവളുടെ ബാഗിൽ. നമ്മൾ അങ്ങനെ വെക്കുന്നത് നല്ല ഒരു കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെക്കാറ് എപ്പോഴും. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇനി അതൊരു ഹറിബറി ആയിട്ട് പോകുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ വെക്കുന്നത് എപ്പോഴും ബെറ്ററാണ് കേട്ടോ. റൂമൊന്ന് അടിച്ചു വാരിയും കൂടി കഴിഞ്ഞപ്പോൾ ഓൾ സെറ്റ്. റൂമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, എല്ലാം അതാത് സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട്. എന്തൊരു സന്തോഷം. ഇനി ഒന്ന് പോയി ഞാൻ ക്ലീൻ ആയിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വാവയെ ഒന്ന് നന്നായിട്ട് കിടത്തി ഉറക്കി കേട്ടോ. അവൾ നല്ല ഉറക്കമായി. അത് കഴിഞ്ഞ് ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിക്കാനുള്ള പ്ലാനില്ല. ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഒരു ബുക്ക് വായിക്കുന്നുണ്ട്. റീസെൻ്റ്ലി വാങ്ങിയതാണ്, കെയർ മീരയുടെ ഖബർ എന്ന് പറയുന്ന പുസ്തകം. ഞാൻ അങ്ങനൊരു പുസ്തകമൊക്കെ വായിക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷേ അങ്ങനൊരു ഹാബിറ്റ് എന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ വായിക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ബുക്കൊക്കെ വായിച്ച് ഞാൻ കുറച്ച് നേരം റിലാക്സ് ആവാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.